ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് തുടക്കം. വൃശ്ചിക പുലരിയിൽ പുലർച്ചെ 3-ന് പുതിയ മേൽശാന്തി അരുൺ നമ്പൂതിരി നട തുറന്നു. 70,000 പേരാണ് നാളെയും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നത്. MG പ്രതീഷ് ഇപ്പോൾ സന്നിധാനത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, വൃശ്ചിക മാസത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് രാവിലെ മുതൽ തന്നെ ശബരിമലയിൽ വലിയ തീർത്ഥാടന തിരക്കായിരുന്നു. ഇതിനോടകം തന്നെ 60,000-ഓളം തീർത്ഥാടകർ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെയും ഔദ്യോഗിക കണക്കുകൾ. ഉച്ചയോടുകൂടി തന്നെ 40,000-ഓളം തീർത്ഥാടകർ ശബരിമല സന്നിധാനത്ത് എത്തിയിരുന്നു. ഇന്ന് രാത്രി 11 മണിക്കാണ് ശബരിമല നടയടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ, ബാക്കി വരുന്ന സമയങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തുമെന്നതാണ് പോലീസും പ്രതീക്ഷിക്കുന്ന കാര്യം. വെർച്വൽ ക്യൂ വഴി 70,000 തീർത്ഥാടകർ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് വരെ 5,000-ന് മുകളിൽ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യഘട്ടം മുതൽ തന്നെ ശബരിമലയിലേക്ക് കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. സാധാരണഗതിയിൽ 12 വിളക്കിന് ശേഷമാണ് ശബരിമലയിൽ കൂടുതൽ തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു തിരക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ ആദ്യ ദിവസം മുതൽ തന്നെ 70,000-ന് മുകളിൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നുണ്ട്. നാളെയും 70,000 തീർത്ഥാടകരാണ് ശബരിമലയിൽ വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഈ കാനനപാതകളും ഇത് കൂടുതൽ സജീവമായിട്ടുണ്ട്. 100 തീർത്ഥാടകർ പരമ്പരാഗത കാനനപാത വഴിയും പുല്ലുമേട് വഴിയും ഇന്ന് ശബരിമല സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. എല്ലാ പോയിന്റുകളിലും കൃത്യമായൊരു മുന്നൊരുക്കം പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഉന്മേഷ.